ഇന്ത്യൻ സിനിമാ വ്യവസായം കഴിഞ്ഞ 10 വർഷത്തിനിടെ സൃഷ്ടിക്കാത്ത റെക്കോർഡുകളാണ് ഇപ്പോഴുണ്ടാകുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ഓരോ സിനിമയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. അല്ലു അർജുന്റെ ബിഗ് ബജറ്റ് ചിത്രമായ പുഷ്പ 2 ആണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. ഓരോ ദിവസവും ബോക്സ് ഓഫീസ് കണക്കുകൾ തിരുത്തിക്കുറിക്കുകയാണ് പുഷ്പ 2. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന നേട്ടം റിലീസിന് മുൻപ് തന്നെ സ്വന്തമാക്കിയ ചിത്രമാണ് പുഷ്പ. ഡിസംബർ 5-നായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. അല്ലു അർജുനും രശ്മിക മന്ദാനയും നായകനും നായികയുമായി എത്തിയ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തിയത് ഫഹദ് ഫാസിലാണ്. 6 ദിവസം കൊണ്ട് ചിത്രം 1000 കോടി ക്ലബിലും എത്തിയിരുന്നു. ഹിന്ദി പതിപ്പിൽ നിന്ന് മാത്രം 574 കോടി രൂപ കൂടി നേടിയപ്പോൾ ആഗോളതലത്തിലെ കണക്കുകൾ വെച്ച സിനിമ ആകെ 1400 കോടിയിലേറെ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രീ ബിസിനസ് തുക കൂടി നോക്കുമ്പോൾ 1500 കോടിയിലേറെയാണ് പുഷ്പ 2വിന് ലഭിച്ച കളക്ഷൻ. 1500 കോടി ബെഞ്ച് മാർക്ക് കടക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ ചിത്രമാവുകയാണ് ഇതോടെ പുഷ്പ 2. ബാഹുബലിയുടെ റിലീസോടെയാണ് ബിഗ് ബജറ്റ് സിനിമകൾ ഇന്ത്യയിൽ സ്ഥിരമായി തുടങ്ങിയത്. 1500 കോടി കളക്ഷൻ നേടിയ സിനിമകളുടെ പട്ടികയിൽ ബാഹുബലി 2 ആണ് 2ാം സ്ഥാനത്തുള്ളത്. MS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി 2 ദി കൺക്ലൂഷനിലൂടെയാണ് പ്രഭാസ് ആഗോള താരമായി മാറിയത്. 2017-ൽ പുറത്തിറങ്ങിയ ചിത്രം അക്കാലത്തെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തിരുന്നു. ലോകമെമ്പാടും ചിത്രം 1788 കോടിയായിരുന്നു നേടിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1400 കോടിയോളമാണ് ബാഹുബലി 2 കളക്ട് ചെയ്തത്. 16 ആഴ്ചകളിലേറെയായി ചിത്രം തിയേറ്ററുകളിലോടി. എന്നാൽ ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ബാഹുബലി KGF ഫ്രാഞ്ചൈസികളോ ഓസ്കാർ നേടിയ RRRോ ഇല്ല. 2014-ൽ പുറത്തിറങ്ങിയ ദംഗലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ്. ലോകമെമ്പാടും 2070 കോടി രൂപയാണ് ദംഗൽ കളക്ട് ചെയ്തത്. RRR 1275 കോടി, KGF 1230 കോടി, ജവാൻ 1163 കോടി, പഠാൻ 1069 കോടി, 2898 AD 1054 കോടി എന്നിവയാണ് ഇന്ത്യയിൽ 1000 കോടി കടന്ന മറ്റു ചിത്രങ്ങൾ. ഇനി പുഷ്പ 2 ദംഗലിന്റെ റെക്കോർഡും തകർത്ത ഇന്ത്യൻ സിനിമയിലെ ചരിത്രമാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.